ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ തോരൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയും എടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, ഇനി കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു വന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം മുഴുവനായിട്ട് പറ്റി ഈ ചിക്കനിലെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരണം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട്, ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയും ചിക്കനും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടണം. ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനും തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും അപ്പത്തിനും പുട്ടിനും എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.